ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നുള്ളത് മറൈൻ വേൾഡിലാണ്. ഓൾറെഡി നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിലും മിസ്സുക്കുട്ടി കുറച്ചും കൂടി ഒന്ന് മുതിർന്നതിന് ശേഷം ഇപ്പോൾ വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇവിടെ എന്താ പതിവിലും വിട്ട് കുറച്ച് വ്യത്യാസങ്ങളും പുതിയ പരിപാടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഇസുക്കുട്ടിക്ക് നടക്കാനുള്ള പ്രായമായി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേ അവൾ ഓടാണ് ഓരോ സ്ഥലത്തേക്കും. ഞങ്ങൾ വന്ന വഴി എൻട്രൻസ് അപ്പുറത്തെ വഴിയോടെ ആയിരുന്നു. അത് മാറ്റി ദേ പുതിയൊരു എൻട്രൻസ് ആക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള എൻട്രൻസ് ആണ്. ആദ്യം വന്നപ്പോൾ കാണാൻ സാധിച്ചത് തനി പിരമിഡിൻ്റെ ശൈലിയിലുള്ള ഒരു അക്വേറിയം. അതിൻ്റെ ഉള്ളിലൊക്കെ പിരമിഡിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള നിർമ്മിതികളാണ് കാണാൻ സാധിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഇതെല്ലാം ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ കാണുന്നത്. അതിനുശേഷം ഒരു കാറിൻ്റെ ഉള്ളിൽ അക്വേറിയം സെറ്റ് ചെയ്തതാണ്. അത് ഇച്ചിരി പുതുമയുള്ള കാഴ്ചയാണ്. കാര്യം ഇതൊന്നും ഇതേവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. നല്ല മനോഹരമായിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ വീണ്ടും വെറൈറ്റി. ഇപ്പോൾ ഇതേ ഒരു ആപ്പ ഓട്ടോറിക്ഷൻ്റെ ഉള്ളിൽ അക്വേറിയം സെറ്റ് ചെയ്തതാണ്. അതും വളരെ മനോഹരമായിട്ടുണ്ട്. കണ്ടു നിൽക്കാൻ തോന്നും. അതേപോലെ അടിപൊളിയാണ്. ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെയാണ് പുറമേ നിൽക്കുന്നവർക്ക് കാണാൻ. അത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ കണ്ട് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവൾ നിൽക്കുന്നത്. അപ്പോഴാണ് അതേ തൊട്ടടുത്ത് കുറച്ച് സ്കൂൾ കുട്ടികൾ പോകുന്നത്. അത് കണ്ണെടുക്കാണ്ട് അവൾ നോക്കി നിൽക്കായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇസക്കുട്ടിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത്. കാര്യം കൈ വെള്ളത്തിൽ നനച്ച് അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കിട്ടിയത് അവൾക്ക് ഇപ്പോഴാണ്. ഇവിടെ അവൾ അതേപോലെ നിന്ന് ആത്മാർത്ഥിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ചേച്ചിമാർ വോളണ്ടിയേഴ്സ് നിന്ന് ഇതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. എന്നാലും അവൾ സമ്മതിക്കുന്നില്ല. നേരെ അങ്ങോട്ട് ഓടാണ്. അപ്പോൾ ഞങ്ങൾ അവളെ എടുത്ത് വേഗം അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് സ്കൂബ ഡൈവിംഗ് ആണ്. ശരിക്കും കടലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഇതിനു മുന്നേ വന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കാർപ്പുകൾക്ക് ഫീഡ് ചെയ്യില്ലായിരുന്നു. നല്ല രസമായിരുന്നു. അതുങ്ങൾ കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ, കൈവിരലിൽ ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. അതിനുശേഷം ഇസക്കുട്ടിക്കും കാർപ്പിനെ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ തീറ്റയൊക്കെ എടുത്ത് നേരെ അങ്ങോട്ട് പോയി. പക്ഷേ ഇച്ചിരി ധൈര്യക്കുറവും പേടിയുള്ള കാരണം അവൾ ആ പരിപാടിക്ക് നിന്നില്ല. എന്നിട്ട് അതിനെ നോക്കി സൈഡിൽ നിന്ന് ഇങ്ങനെ കാഴ്ച കണ്ടു. അങ്ങനെ യാത്രയുടെ ക്ഷീണം മടക്കാൻ പറ്റാണ്ട് ഇസക്കുട്ടി ഇവിടെ കിടന്ന് ഊഞ്ഞാലാടാണ്. അവൾക്ക് ഇപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. കാര്യം ഇത്ര നേരം വെയിലും കൊണ്ട് ചൂടും കൊണ്ട് നടന്നു വയ്യാണ്ടായി ക്ഷീണിതയായി. അവൾക്ക് ഇപ്പോഴാണൊന്ന് ഇരുന്ന് ആശ്വസിക്കാനുള്ളൊരു സ്പോട്ട് കിട്ടിയത്. അത് അവൾ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ജീപ്പ് റൈഡിങ്ങിനാണ്. ഒരു റിമോട്ട് കൺട്രോൾ വെച്ച് ഈ ഒരു വാഹനത്തിനെ ഒരു ചേട്ടൻ നിയന്ത്രിക്കുകയാണ്. സംഭവം അവൾ ഓടിക്കുന്നില്ലേലും അതിലിരുന്ന് പോകുമ്പോൾ അവൾക്ക് നല്ലൊരു കംഫർട്ടും സന്തോഷം കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. സംഭവം യാത്ര കഴിഞ്ഞ് ജീപ്പ് പാർക്ക് ചെയ്യാൻ പോയി ഇസനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൾ വീണ്ടും കർക്കശക്കാരിയായി. എഴുന്നേക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായി. അതിനുശേഷം ഒരു കണക്കിന് അവളെ എഴുന്നേൽപ്പിച്ച് തൊട്ടപ്പുറത്ത് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി ഇരുത്തി കുറച്ച് നേരം അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ യാത്ര എന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാറായി. പതിവ് പോലെ തന്നെ ഞങ്ങൾ ഇന്ന് ഒരു ഹോട്ടലിൽ കയറി കുഴിമന്തിയാണ് കഴിച്ചത്. ഒരുവിധം തിരക്കേടില്ലാത്ത കുഴിമന്തി അൽഫാമായിരുന്നു. അത് നല്ല രീതിയിൽ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ച് ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ട്രിപ്പായിട്ട് കാണാം. ഓക്കെ, ബൈ.